ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഞരമ്പന്മാർ സൂക്ഷിക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള കോച്ചുകളിൽ അനധികൃതമായി യാത്ര ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും കനത്ത പിഴ ചുമത്താനൊരുങ്ങി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇത്തരക്കാരിൽ നിന്ന് ജൂലൈ 1 മുതൽ 2500 രൂപ തൽക്ഷണം പിഴ ഈടാക്കും. വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രെയിനുകളിലെ അനധികൃത പ്രവേശനം തടയുന്നതിനുമായാണ് റെയിൽവേ ഈ കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നത്. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പിഴ ഈടാക്കുക മാത്രമല്ല, നിയമലംഘനം ആവർത്തിക്കുന്നവർക്കെതിരെ 989 റെയിൽവേ ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിയമലംഘകരെ നിർദ്ദിഷ്ട കാലയളവിലേക്ക് ട്രെയിൻ യാത്രകളിൽ നിന്ന് വിലക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജൂൺ 20 മുതൽ പ്രാബല്യത്തിൽ വന്ന ജൻ വിശ്വാസ് ആക്ട് 2026 പ്രകാരമാണ് റെയിൽവേ ആക്ടിലെ സെഷൻ 162 കീഴിലെ കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴത്തുക 500 നിന്ന് 2500 രൂപയായി ഉയർത്തിയത്. രാത്രിയിലും തിരക്കേറിയ സമയങ്ങളിലും ലേഡീസ് കോച്ചുകളിൽ RPFും TTയും കർശന പരിശോധന നടത്തും. ദീർഘദൂര ട്രെയിനുകളിൽ വനിതാ കോച്ചുകൾക്ക് പ്രത്യേകം മുൻഗണന നൽകും. പുതിയ നിയമത്തെക്കുറിച്ച് യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിനായി സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പ്രത്യേക അറിയിപ്പുകൾ നൽകാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. വനിതകളുടെ കോച്ചുകളിൽ ഇടിച്ചു കയറി യാത്ര ചെയ്യുന്ന പുരുഷന്മാർ ധാരാളമുണ്ട്. അത് കൂടുതലും ഈ ഞരമ്പന്മാരാണ്. ഇവന്മാരുടെ ശല്യം കാരണം പരാതിയുമായി എത്തുന്ന സ്ത്രീകൾ അനവധിയാണ്. പരാതികൾ വർദ്ധിച്ചതാണ് റെയിൽവേ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ തന്നെ കാരണം. സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി റിസർവ് ചെയ്ത കോച്ചുകളിൽ പുരുഷന്മാർ അതിക്രമിച്ച് കയറുന്നത് നിയമവിരുദ്ധമാണ്. യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: സുരക്ഷാ പരിശോധന. രാത്രികാല യാത്രകളിലും തിരക്കേറിയ സമയങ്ങളിലും വനിതാ കോച്ചുകളിൽ RPFും TTയും ശക്തമായി പരിശോധന നടത്തും. സ്ത്രീകൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവരുടെ സഹായം തേടണം. ട്രെയിൻ യാത്രക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുകയോ പുരുഷന്മാർ വനിതാ കോച്ചിൽ അതിക്രമിച്ച് കയറുകയോ ചെയ്താൽ യാത്രക്കാർക്ക് 139 എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റായ ഇന്ത്യൻ റെയിൽവേസ് പോർട്ടലിലൂടെയോ പരാതികൾ നൽകാവുന്നതാണ്.